ഇപ്പം പണ്ടത്തെ കാലത്താണെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആവുന്നത് അവർ പെട്ടെന്ന് കല്യാണം കഴിയുന്നു, വേഗം പ്രഗ്നൻ്റ് ആവുന്നു, അതൊക്കെയായിരുന്നു പെൺകുട്ടികളുടെ പ്രയോറിറ്റി അല്ലേ. ഫാമിലി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക, കുട്ടികളെ നോക്കുക, ഫാമിലി നോക്കുക, അതൊക്കെയായിരുന്നു ഒരു കാലം വരെ, ഒരു തൊട്ട് മുന്നത്തെ ജനറേഷൻ വരെ അവരുടെ പ്രയോറിറ്റി. പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അവരുടെ ജോലി, അവരെങ്ങനെ സ്റ്റേബിൾ ആവുന്നു, അതിനുശേഷം ആ ഒരു ഈക്വാലിറ്റി കൺസെപ്റ്റൊക്കെ വന്നില്ലേ. അപ്പം അതിനുശേഷം അവർക്ക് അതിനൊക്കെ ശേഷം അവരൊന്ന് സെറ്റിൽ ആയതിനു ശേഷം മാത്രം കുട്ടികൾ മതി എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇപ്പം. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ ഒരു ജീവിതശൈലിക്കൊക്കെ അനുസരിച്ചിട്ട് പ്രഗ്നൻ്റ് ആവാനും ചിലപ്പം താമസമൊക്കെ വരുന്നുണ്ട്. പണ്ടത്തതിനേക്കാളും വന്ധ്യതയ്ക്കുള്ള റിസ്ക്കൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു 30+ ഏജ് എന്ന് പറയുമ്പം ഒന്ന് നമ്മളുടെ അണ്ടത്തിൻ്റെ ഒരു ക്വാളിറ്റി കുറച്ച് ഓരോ ഏജിനനുസരിച്ചിട്ട് കുറച്ച് കുറയും. അപ്പോൾ അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യതയും കുറച്ച് കുറഞ്ഞു വരും. പിന്നെ ഉള്ളത് ജനിതകമായിട്ടുള്ള അസുഖങ്ങൾ, ഇപ്പം ഡൗൺ സിൻഡ്രോം അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത, കുഞ്ഞിന് വരാനുള്ള സാധ്യത ഒരു ഏജ് കഴിയുമ്പോൾ റിസ്ക് കൂടുതലാണ്. പിന്നെ ഒരു ഏജ് കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സാധാരണമായി തന്നെ സ്വാഭാവികമായി തന്നെ ഒരു ആൾക്ക് ഓരോ ഏജ് കൂടുന്തോറും പ്രഷർ, ഷുഗർ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത നാച്ചുറലായിട്ട് കൂടുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ ഏജ് കൂടുമ്പം പ്രഗ്നൻസിയിലും ആ ഒരു റിസ്ക് അതുപോലെ തന്നെ കൂടുന്നുണ്ട്. അപ്പം പ്രഗ്നൻസിയുടെ ആ കോംപ്ലിക്കേഷൻസ്, ഒരു പ്രഷർ വന്നിട്ടുള്ള കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഷുഗർ വന്നിട്ടുള്ള കോംപ്ലിക്കേഷൻ, അതൊക്കെ ഏജ് കൂടുമ്പം അതിനനുസരിച്ചിട്ട് അവർക്ക് കൂടുതലായിരിക്കും. ഇതൊക്കെയാണ് സാധാരണയായിട്ട് ഒരു ഏജ് കൂടുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്.